ചേച്ചി എവിടെ നിന്ന് വരുന്നു? തോട്ടത്തിൽ നിന്ന് വരിക മോളെ. എന്താ വിശേഷം? വിശേഷം ഒക്കെ പിന്നെ പറയാം. നീ വേഗം വരുന്നു, തോട്ടത്തിലേക്ക് പോകണം. കാര്യം എന്താണെന്ന് പറയൂ ചേച്ചി. തോട്ടത്തിൽ ലാത്തിച്ചാർജും വെടിവെപ്പും ഒക്കെ ഉണ്ടായി. എന്നിട്ട് കുടിച്ചേട്ടന്റെ കൈക്ക് വെടികൊണ്ടു. അയ്യോ, വിഷമിക്കാനൊന്നുമില്ല. പക്ഷെങ്കില് പപ്പുണിച്ചെന്ന് നിന്നെ കാണണമെന്ന് പറയുന്നു. സാരമില്ല, നമുക്ക് ഉടനെ പോകാം. ഞാന് യൂണിയൻ കാർഡ് ജീപ്പിലാണ് വന്നത്. നീ വേഗം ഒരുങ്ങ. എനിക്ക് ഒരുങ്ങണ്ട, എനിക്ക് എന്റെ അച്ഛനെ കാണണം. നീ കഴിഞ്ഞ ഭക്ഷണം ഉണ്ടാക്കാതെ ഞാൻ തങ്കി പോയാൽ പിന്നെ സാധിക്കാതെ. നിങ്ങൾ രണ്ടുപേരും കൂടെ പുറയിലേക്ക് കയറിക്കോളൂ. ഈ ജീപ്പ് എവിടെ വരുന്നേ? നിങ്ങൾ പറഞ്ഞിട്ട് എന്ത് വേണം? ഞങ്ങൾ ഈ നാട്ടുകാരാ. അസമയത്ത് ജീപ്പും കൊണ്ടുവന്ന ഒരു പെണ്ണിനെയും വിളിച്ചോണ്ട് പോകുമ്പോ ആരാണെന്ന് അറിയണം. ഞങ്ങളെ പപ്പുണ്ണിച്ചേട്ടൻ പറഞ്ഞതാണ് ഗോപുവിനെ വിളിച്ചോണ്ട് പോകാൻ. എന്റെ അച്ഛന് വെടികൊണ്ടുപോകും, ഞങ്ങൾക്ക് ഉടനെ പോകണം. അങ്ങനെ ഇവരെ കൂടെ നിന്നെ അയക്കുന്നില്ല പോകും. നിങ്ങൾ അനാവശ്യമായി തടസ്സം ഉണ്ടാക്കരുത്. അവിടെ ഇതിടല്ലേ തോന്നു. നീ നേരത്തെ പറഞ്ഞു ഇത് തോട്ട മുതലാളിമാരായിട്ട് ജീപ്പാ. യൂണിയന്റെ കാര്യങ്ങൾ കുറെയൊക്കെ ഞങ്ങൾക്കറിയാം. നീ എവിടെ നേരത്തെ സോദാനന്ദാ, നീ ഇപ്പൊ വിട്ടങ്ങോട്ട് പോ. വിട്ടുപോടാ. നീ പോയി കഥ കടത്തി കിടന്നോ. പക്ഷെ നിന്റെ കാര്യത്തിൽ ഞങ്ങൾക്കും ചില ഉത്തരവാദിത്തങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പോ. ഗോമു, മോളെ ഗോമു. മോളെല്ലാം അറിഞ്ഞുവല്ലേ? അച്ഛാ, ഇത്രയും കാലം എന്നിൽ നിന്ന് എല്ലാം ഒളിച്ചു വെച്ചിരുന്നു അല്ലേ? അച്ഛന്റെ ജീവിതം തൊഴിലാളി പ്രവർത്തനത്തിന് വേണ്ടി ഒഴിഞ്ഞു വെച്ചതാണ് മോളെ. അതിനിടയ്ക്ക് ഒരു തുള്ളി വെള്ളം പോലും കൊടുക്കാൻ സാധിക്കാതെ നിന്റെ അമ്മ മരിച്ചു. ഏത് നിമിഷത്തിലും എനിക്ക് എന്തും സംഭവിക്കും. നിന്നെ കൂടി വേദനിപ്പിക്കുന്ന എന്തിനെന്ന് കരുതി നീ എന്റെ മകളാണെന്ന സത്യം ഞാൻ ഇതുവരെ പറഞ്ഞില്ല. പക്ഷേ അച്ഛന്റെ ഹൃദയം തുടിക്കുകയായിരുന്നു മകളെ. ഇന്ന് നിന്നെ കൂടി എസ്റ്റേറ്റിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാനാണ് ഞാൻ വന്നത്. പപ്പുണ്ണി മരിച്ചു, വെടിയേറ്റ് മരിച്ചു. ശങ്കരൻകുട്ടിക്കും ചില്ലറ പരിക്കുകളായി. ഈ ആണ്ട് സെപ്റ്റംബർ മാസം 14-ാം തീയതി രാത്രി 10 മണിക്ക് 1-ാം പ്രതി സരസ്വതി മാത്യു, 2-ാം പ്രതി യേശുദാസിന്റെ പ്രേരണയോടെ കാപ്പിയിൽ വിഷം ചേർത്ത് മാത്യുവിന് കൊടുത്തിട്ടുള്ളതും വിഷം കുടിച്ചതിനാൽ മാത്യു മരണപ്പെട്ടിട്ടുള്ളതുമാകുന്നു. മേൽപ്പറഞ്ഞ കുറ്റകൃത്യങ്ങൾക്കായി 1ഉം 2ഉം പ്രതികൾ ഇന്ത്യൻ പീനൽ കോഡ് 302-ാം വകുപ്പ് അനുസരിച്ചുള്ള പരമാവധി ശിക്ഷയ്ക്ക് അർഹരാണ്. കുറ്റപത്രം വായിച്ചു കേട്ടല്ലോ? കേട്ടു. മനസ്സിലായല്ലോ? മനസ്സിലായി. ഇതിൽ പറയുന്ന കുറ്റം ചെയ്തിട്ടുണ്ടോ? കുറ്റം ഞാൻ ചെയ്താണ്. യേശുദാസിന് ഒന്നും അറിയില്ല. യേശുദാസ് കുറ്റപത്രം വായിച്ചു കേട്ടല്ലോ? കേട്ടു. മനസ്സിലായല്ലോ? മനസ്സിലായി. ഇതിൽ പറയുന്ന കുറ്റം ചെയ്തിട്ടുണ്ടോ? കുറ്റം ചെയ്തിട്ടില്ല. എടി ചക്കി, നീ വന്നോ? നീ എന്തിനാടി വേണ്ടി കരയുന്നേ? ഞാൻ പിടിയെല്ലാം കൊണ്ട് ഇവിടെ ശകലം പ്രമാണിയായിട്ടും കഴിയല്ലേ? ഇരിക്കെ. പാവം പപ്പുണ്ണി മരിച്ചു. നീ സമാധാനമായിരിക്കും. ഒരു നല്ല കാര്യത്തിന് വേണ്ടിയല്ലേ മനുഷ്യൻ മരിച്ചത്. നീ ആരുടെ കൂടെ വന്നു?
അച്ഛൻ വന്ന് എന്നെ തോട്ടത്തിലേക്ക് കൊണ്ടുപോകുന്നു. ഓ, നിന്റെ സ്വന്തം അച്ഛൻ. അപ്പോ നീ കാര്യങ്ങളൊക്കെ അറിഞ്ഞു? അറിഞ്ഞു. പ്രമോരിയസ് സാറിന്റെ കൂടെ എന്നെ ഇങ്ങോട്ട് അയച്ചു. ഹലോ, ഇരുന്നോളൂ തോന്നു. നിങ്ങൾ കുറച്ച് സംസാരിച്ചു കൊണ്ടിട്ട് കയറി ഞാൻ വെളിയിൽ നിൽക്കുകയായിരുന്നു. കൈക്കിങ്ങനെയുണ്ട്? വേദനയുണ്ട്, ഒരല്പം പനിയുണ്ട്. സാരമില്ല, ഗോമരിക്കും. മിസ്സിസ് മാത്യുവിന്റെ വിവരങ്ങളൊന്നും അറിയുന്നില്ല. അഡ്വക്കേറ്റ് ശിവപ്രസാദിന് വക്കാലത്ത് കൊടുത്തു. പക്ഷെ ചേച്ചി കോടതിയിൽ കുറ്റം സമ്മതിച്ചു. അഡ്വക്കേറ്റ് പറയുന്നത് എന്തായാലും കേസ് വാദിക്കാമെന്നാണ്. കൂടുതൽ വിവരങ്ങൾ അറിയാൻ അദ്ദേഹം എസ്റ്റേറ്റിലേക്ക് വരുന്നുണ്ട്. ആ, തങ്കക്കുട്ടിക്ക് എങ്ങനെയുണ്ട്? തങ്കക്കുട്ടിക്ക് ഡോക്ടർ പറയുന്നത് സാരമില്ല സാറേ. ഇനി മേലാൽ നീ എന്നെ സാറെന്ന് വിളിക്കരുത്. നീ ഇങ്ങോട്ട് വന്നു. ഞാൻ പോന്നു. നീ എങ്ങോട്ട് പോവാതെ ഇവിടെ തന്നെ നിൽക്കണം. ഓ, അതെല്ലാം നമുക്ക് ഗുണമായി വരും. അതൊന്നും ഓർത്ത് നീ വിഷമിക്കണ്ട. അപ്പോ സരസ്വതി മാത്യു കാപ്പി കൊണ്ട് കൊടുക്കുന്നതും അടുത്ത നിമിഷം അദ്ദേഹം വെപ്രാളപ്പെട്ട് വീണ് പിടഞ്ഞ് മരിക്കുന്നതും നിങ്ങൾ കണ്ടു? കണ്ടു. ഇവരാണ് കൂടുതലൊന്നും ചോദിക്കാനില്ല. വേദപുസ്തകം വായിക്കാറുണ്ടോ? ഉണ്ട്. പേരെന്താണ്? വേദപുസ്തകം. പേരെന്താണെന്ന്? അന്നമ്മ. മാത്യുവിന്റെ ഏക സഹോദരിയാണല്ലേ? അതെ. നിങ്ങളുടെ അപ്പൻ ജീവിച്ചിരിപ്പുണ്ടല്ലോ? ഉണ്ട്. ഇപ്പോഴെവിടെയുണ്ട്? അവിടെ ഇരിപ്പുണ്ട്. ഓഹോ, മിസ്സിസ് മാത്യുവിനെ അറസ്റ്റിന് ശേഷം ആ ബംഗ്ലാവിലെ കാര്യങ്ങൾ നോക്കാൻ മറ്റാരുമില്ലല്ലോ? ഇല്ല, ഞാനും അപ്പനും മാത്രമേ ഉള്ളൂ. വേദപുസ്തകം വായിക്കാറുള്ളൂ എന്ന് പറഞ്ഞല്ലോ. ദൈവമായ യഹോവയുടെ വചനങ്ങൾ മോശ ഇസ്രായേൽ മക്കളോട് എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഓർക്കുന്നില്ല. അവന്റെ കൽപ്പനകളും ചട്ടങ്ങളും അനുസരിച്ച് നടക്കാൻ ഞാൻ അകത്ത് വരുമ്പോൾ നീ ശപിക്കപ്പെട്ടിരിക്കും, പുറത്തു പോകുമ്പോൾ നീ ശപിക്കപ്പെട്ടിരിക്കും. ഡാനിയലിന്റെ പുസ്തകത്തിൽ ഒരു കഥയുണ്ട്. ദുഷ്ടനായ നെബൂഖദ്നേസർ എന്നൊരു രാജാവ് ഉണ്ടായത്. അവൻ നീതിയും ധർമ്മവും മറന്നു ജീവിച്ചു. അവന് തീവശിക്ഷ കിട്ടി. അവന്റെ രോമങ്ങൾ കഴുകന്റെ രോമങ്ങൾ പോലെ വളർന്നു. അവന്റെ നഖങ്ങൾ കഴുകന്റെ നഖങ്ങൾ പോലെ വളർന്നു. അന്നമ്മേ, നിങ്ങളുടെ നഖങ്ങൾ നിങ്ങളുടേതായി.